ചിലവർക്കൊരു വിചാരമുണ്ട് ഞങ്ങൾ എന്ത് ചെയ്താലും മിണ്ടാതിരിക്കുന്നത്. ഞങ്ങളിപ്പോ സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് കാണിച്ചു കൊടുക്കാം മൂസേ. അമൂസന്റെ നമ്പർ ഉണ്ടായി, അതുകൊണ്ടാണ് പൊത്തി പിടിച്ചത്. സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് ചെയ്തിട്ട് പിടിക്കും. ആരാണോ അത് ചെയ്തത് ഉറപ്പായിട്ടും കാണിക്കും. ഫെബ്രുവരി 8 ഞാൻ പോസ്റ്റ് ചെയ്ത് എന്റെ അക്കൗണ്ടിൽ ഞാൻ ഇട്ട ഒരു ഫോട്ടോയാണത്. ഇത് വെച്ചിട്ടാണ് അവന്മാര് വീഡിയോ ലീക്ക്ഡ് പറഞ്ഞിട്ട് എല്ലാവരിലേക്കും പ്രചരിപ്പിക്കുന്നത്. ഇന്ന് എന്നെ കൊണ്ട് കിടക്കുന്ന ഫോട്ടോ അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഇതെല്ലാവരും വിചാരം ഞങ്ങളെന്തോ ഞങ്ങളുടെ ഫോൺ അറിയാതെ മിസ്സായതാണ് എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. ഈ ഒരു ഫോട്ടോയും അതിന്റെ കൂടെ 4 വീഡിയോ, അത് ആരുടെ ഒരു വീഡിയോ ആണ്, ഞങ്ങളുടെതല്ല. ഒന്നാമത്തെ കാര്യം പറയാം, അത് ഞങ്ങളുടെതല്ല എന്ന് തെളിയിക്കാൻ വേറെ ഒന്നും വേണ്ടതാ. ഞങ്ങൾ 2 പേരെ കയ്യിൽ ടാറ്റു നോക്കി കഴിഞ്ഞാൽ. അപ്പോൾ വയനാടൻ ബ്ലോഗറെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും വളരെ സുപരിചിതമായ 2 മുഖങ്ങളാണ്. അമ്മുവിനെ തീർച്ചയായിട്ടും നമ്മൾക്കെല്ലാം അറിയാവുന്നതാണ്. പക്ഷേ വളരെ സങ്കടകരമായ ഒരു അവസ്ഥയിലൂടെയാണ് അവർ ജീവിതത്തിൽ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ജീവിതത്തിലെ സ്വകാര്യ നിമിഷങ്ങൾ ലീക്ക്ഡായി എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ രീതിയിലാണ് വീഡിയോ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റയിലായാലും ഫേസ് ടൈമിലായാലും എല്ലാം തന്നെ, ഇൻസ്റ്റഗ്രാമിലായാൽ പോലും ആ വീഡിയോ ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് വയനാടൻ ബ്ലോഗർ തന്നെ പറയുന്നത്. അതിന് ആധാരമായ കണ്ടന്റ് എന്താണ് ഏത് ഫോട്ടോ ആണ് ലീക്ക്ഡ് ആയത് എന്നൊക്കെ നമുക്ക് പരിശോധിക്കാം. അതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സപ്പോർട്ട് ചെയ്യാനായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു ലൈക്ക് കൂടി ചെയ്ത ശേഷം കാണാൻ വേണ്ടി ശ്രമിക്കുക. വയനാടൻ ബ്ലോഗർക്ക് ഈ കാര്യത്തിൽ ആദ്യമായിട്ട് എന്താണ് നമ്മോട് പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് കേൾക്കാം. ഞങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോയുടെ അടിയിലും വരുന്ന ഒരു കമന്റ് ആണ് ലീക്ക്ഡ്. ഈ ഒരു കമന്റ് ഞങ്ങൾ എവിടെ നോക്കിയാൽ, ഞങ്ങൾ എന്ത് പോസ്റ്റ് ഇട്ടാലും അതിലിങ്ങനെ വരുന്നുണ്ട്. ആദ്യം ഞങ്ങൾക്ക് എന്താ സംഭവം മനസ്സിലായില്ല. അവസാനം അത് ചുറ്റിക്കറങ്ങി ഞങ്ങളുടെ എത്തിയപ്പോൾ ലീക്കായ ഒരു ഫോട്ടോ അത് ആദ്യം ഞാൻ കാണിച്ചു. നമുക്ക് അത് ആദ്യം കാണിച്ചു. ഞങ്ങളത് ഒളിച്ചും പാത്തും കൊണ്ടുവന്ന ഫോട്ടോ ഒന്നുമല്ല, അത് ആദ്യം കാണിച്ചു. ഇത് എന്റെ ഇൻസ്റ്റാ ഐഡിയ ആണ്, ഞാൻ യൂസ് ചെയ്യുന്ന ഇൻസ്റ്റാ ഐഡിയ ആണ് ഈ ഫോട്ടോ. ഇതൊരു ഫോട്ടോയാണ്. ഫെബ്രുവരി 8 ഞാൻ പോസ്റ്റ് ചെയ്ത് എന്റെ അക്കൗണ്ടിൽ ഞാൻ ഇട്ട ഒരു ഫോട്ടോയാണത്. ഇത് വെച്ചിട്ടാണ് അവന്മാര് വീഡിയോ ലീക്ക്ഡ് പറഞ്ഞിട്ട് എല്ലാവരിലേക്കും പ്രചരിപ്പിക്കുന്നത്. ഇന്ന് എന്നെ കൊണ്ട് കിടക്കുന്ന ഫോട്ടോ അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഇതെല്ലാവരും വിചാരം ഞങ്ങളെന്തോ ഞങ്ങളുടെ ഫോൺ അറിയാതെ മിസ്സായതാണ് എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. ഈ ഒരു ഫോട്ടോയും അതിന്റെ കൂടെ 4 വീഡിയോ, അത് ആരുടെ ഒരു വീഡിയോ ആണ്, ഞങ്ങളുടെതല്ല. ഒന്നാമത്തെ കാര്യം പറയാം, അത് ഞങ്ങളുടെതല്ല എന്ന് തെളിയിക്കാൻ വേറെ ഒന്നും വേണ്ടതാ. ഞങ്ങൾ 2 പേരെ കയ്യിൽ ടാറ്റു നോക്കി കഴിഞ്ഞാൽ അത് ഞാൻ പറയട്ടെ, ഒന്നെങ്കിൽ അത് ചെറുതായിട്ട് ഞാൻ പറയല്ലോ, അത് ആ ഒരു ഫോട്ടോ ഇപ്പൊ ഞാൻ കാണിച്ച ആ ഒരു ഫോട്ടോ അത് വെച്ചിട്ട് ഷെയർ ചെയ്യുന്നതുകൊണ്ടാണ് അത് ഞങ്ങളുടെതാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, അതിൽ ചെറുതായിട്ട് എവിടെയോ ആ പെണ്ണിന്റെ മുഖം മരിക്ക് മൊത്തത്തിൽ കാണുന്നില്ല, ഇങ്ങനെ പിടിച്ച ഒരു ഇതാണ് ചെറുതായിട്ട് എവിടെയോ, അതായത് എനിക്കൊന്ന് നെറ്റ് ചെയ്യാണ്ട് ചെറുതായിട്ട് ഒരു ഫേസ് കട്ട് ഉണ്ട്, അത്രേ ഉള്ളൂ. എഡിറ്റിംഗ് എനിക്കറിയില്ല ഇനിയിപ്പോ എഡിറ്റ് ചെയ്താണോ, പക്ഷെ എവിടെയോ ചെറിയൊരു ഫേസ് കട്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ നോക്കി കയ്യിൽ ടാറ്റോ, അല്ലെങ്കിൽ ഞാൻ പറയട്ടെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ പല മറുകും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ വെച്ച് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ നിങ്ങൾക്ക് നമുക്ക് തുറന്നു കഴിക്കാൻ പറ്റില്ല. ഇത് ഞങ്ങൾ തെരഞ്ഞു പിടിച്ച് ചെല്ലുമ്പോൾ എന്താ ഗ്രൂപ്പിന് ഒരു സ്വർഗവാതിൽ ആ ഗ്രൂപ്പിലുള്ള ഓരോ കുട്ടികളുടെ ഏജ് ആ ഒരു വോയിസ് കേൾപ്പിക്കാം, ഒറ്റ വോയിസ് കേൾപ്പിക്കും. ഞാൻ പറയട്ടെ, നിങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്, അതുപോലെ വിൽക്കുന്നത് ചെറിയ ചെക്കന്മാരതും. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ മെയിൻ കാരണം അതാണ്. അതായത് ഞങ്ങൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഇത് ചെയ്യുന്നതൊക്കെ 7ാം ക്ലാസ് 8ാം ക്ലാസ് പഠിക്കുന്ന ചെക്കന്മാരാണ് ഇതൊക്കെ. ഓരോ ഗ്രൂപ്പിന്റെ പേര് സ്വർഗവാതിൽ. ഇന്നലെ നോക്കിയപ്പോൾ എത്ര 938. അപ്പോൾ വയനാടൻ ബ്ലോഗർ പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണും. ഏത് വീഡിയോ ഞങ്ങൾ പോസ്റ്റ് ചെയ്താലും ഇൻസ്റ്റയിലായാലും അതുപോലെ തന്നെ യൂട്യൂബിലായാലും ആ വീഡിയോയുടെ അടിയിലെല്ലാം ലീക്ക്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ്, ഒരു കമൻറ്റ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ അതെല്ലാം തിരഞ്ഞ് അവസാനം പോയി നോക്കിയപ്പോഴാണ് സംഭവം മനസ്സിലായത്. ഇവരുടെ ഫേസ് വെച്ചുകൊണ്ട് ഇവർ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഒരു ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോ എടുത്തുകൊണ്ട് മറ്റ് വീഡിയോ മോർഫ് ചെയ്ത വീഡിയോൻ്റെ മുകളിൽ വയനാടൻ ബ്ലോഗർ വീഡിയോ ലീക്ക്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്നുള്ളതാണ് സങ്കടം. പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ എനിക്ക് വ്യക്തിപരമായിട്ടൊരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഈ ബ്ലോഗറുടെ ഭാഗത്ത് ചെറിയ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ വളരെ സ്വകാര്യപരമായ ചില നിമിഷങ്ങൾ യാതൊരു കാരണവശാലും അത് നമ്മൾ സ്വകാര്യമായിട്ട് തന്നെ വെക്കേണ്ടതാണ്. നമ്മൾ ചില നിമിഷങ്ങൾ അടങ്ങുന്ന ചില ഫോട്ടോകളാകട്ടെ ചില വീഡിയോകളാകട്ടെ നമ്മളത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചില മനുഷ്യന്മാർ എന്ന് പറയുന്നത് ചില ഞരമ്പ് രോഗികൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഉണ്ട് എന്നുള്ളതാണ്. ഈ സോഷ്യൽ മീഡിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപയോഗവും ഒരു ഉപദ്രവവും അത് തന്നെയാണ്. നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ഒരു മീഡിയ തന്നെയാണ് ഈ സോഷ്യൽ മീഡിയ. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ അത് അത്രത്തോളം തന്നെ നമ്മളെ തിരിച്ച് ദ്രോഹിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഇത് അന്വേഷിച്ച് ചെന്നപ്പോൾ അവർ പറയുകയാണ്, ചെറിയ പിള്ളേരാണ്, ചെറിയ കുട്ടികളാണ്, 7ാം 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ് ഇത് വിൽപ്പന നടത്തുന്നത്, ഇത് ഷെയർ ചെയ്യുന്നത്, ഇതിനെ മാർക്കറ്റിംഗ് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്ന വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. കാരണം ഇന്നത്തെ തലമുറയ്ക്ക് ജീവിക്കാൻ വേണ്ടി അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് അവർ പണം സമ്പാദിക്കുന്നത് ഇത്തരം സോഷ്യൽ മീഡിയയിലും ഓൺലൈൻ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന പല പരിപാടികളും ഉപയോഗിച്ചുകൊണ്ടാണ്. അത്തരം ചാറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഇവർ ദുരുപയോഗം ചെയ്യുകയാണ് എന്നുള്ളതാണ്. നമ്മളെ മക്കൾ ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഇത്തരം ചില മാർക്കറ്റിംഗ് തന്ത്രങ്ങളുടെ ഭാഗമായിട്ട് പോയി പെടുകയാണ് എന്നുള്ളതാണ്. അത്തരം കുട്ടികൾ തന്നെയാണ് ഇത് പ്രചരിപ്പിക്കുന്നത് എന്ന് അദ്ദേഹം തന്നെ നമ്മോട് പറയുമ്പോൾ നമ്മുടെ മക്കളെ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. സ്വർഗവാതിൽ എന്നാണ് ആ ഗ്രൂപ്പിൻ്റെ പേര് എന്നാണ് പറയുന്നത്. ഏകദേശം
പ്രായപൂർത്തിയാകാത്ത 938 പിള്ളേർ ഈ ഗ്രൂപ്പിൽ അംഗങ്ങളാണ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു വ്യാപ്തി എത്രയാണെന്ന് തീർച്ചയായിട്ടും ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇതിൻ്റെ ബാക്കി വയനാട് ബ്ലോഗർ പറയുന്നുണ്ട്. അതുകൂടി പറഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ ഒരുത്തനല്ല ചെയ്തത് തെറ്റാണ് എനിക്കറിയാം. എന്തൊരു പറഞ്ഞാലും തീരുമാനം എനിക്കറിയാം. ചെറിയ നമ്മൾ ഈ ചെക്കന്മാർ പറയുന്ന കാര്യം എന്റെ വീട്ടിൽ അച്ഛനില്ല അല്ലെങ്കിൽ എന്നെ കഷ്ടപ്പെട്ടാ പഠിപ്പിക്കുന്നത്. കഷ്ടപ്പെട്ട് ഞാൻ ചോദിച്ചോട്ടെ, ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തിനൊക്കെ ചെയ്യുന്നത്? ചില ആൾക്കാർ പറയാം ഇത്ര ലക്ഷം കൊടുത്ത് തന്നെ പഠിപ്പിക്കുന്നത്, കഷ്ടപ്പെട്ട് ലോൺ എടുത്താൽ പഠിപ്പിക്കുന്നത്, ഇതൊക്കെ പുറത്താണ് എന്റെ വീട്ടുകാർ അറിഞ്ഞ് എനിക്ക് അങ്ങനെ പല പല കാര്യങ്ങൾ ചെറിയ ചെക്കന്മാരി പറയുന്നത്. നിങ്ങൾ രക്ഷിതാക്കൾ എല്ലാം ശ്രദ്ധിച്ചാല് ലൈഫ് ലോങ് കൂടെ മനസ്സിലാക്കിയത്. കാരണം ഏറ്റവും വിഷമം ഇപ്പൊ എന്റെ അക്കൗണ്ടിൽ ഞാൻ ഇടുന്ന വീഡിയോസിൽ കംപ്ലീറ്റ് ഞാൻ കാണിച്ചു തരാം, ലൈവായിട്ട് കാണിച്ചു തരാം. ഒരുപാട് അക്കൗണ്ടുകൾ വന്നിട്ട് എല്ലാം ഫേക്ക് ഐഡിയ, വീഡിയോ ലീക്ക്ഡ്. അതിന്റെ ഒറ്റ കാര്യം പറയും, മേലെ എന്റെ വീഡിയോയുടെ അടിയിലോ വീഡിയോയുടെ അടിയിലോ ലീക്ക്ഡ് കോപ്പ് എന്ന് പറഞ്ഞ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ സീരിയസ് ആയിട്ട് ഞാൻ പറയുന്നത് ആരാണോ കമന്റ് ഇടുന്നത് അവന്റെ വീട്ടിൽ ഞാൻ ലൈവ് ഇട്ട് ഞാൻ കയറി വരും. ഒരു മാറ്റം ഉണ്ടാവില്ല. ഇത് ഞങ്ങളുടെതല്ല എന്നുള്ളത് ഞങ്ങൾ തെളിയിച്ചു കാണിച്ചു തരാം. ആ തെളിയിക്കുന്നതിന്റെ ഇടയ്ക്ക് ഈ കമന്റ് ഇട്ടവന്മാർ, ഇത് വിറ്റവർ, ഇത് കണ്ടവർ, ഇതിലേതെങ്കിലും ഒരെണ്ണത്തിന് എന്റെ മുഖടക്കന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഞാൻ പറയാം എന്റെ കണ്ടന്റ് ഏറ്റവും വലിയ കണ്ടന്റ് ആയിരിക്കും. നിങ്ങൾ ആലോചിച്ചോ. എനിക്ക് സത്യം എനിക്ക് പുറത്തിറങ്ങുമ്പോൾ എനിക്ക് അത്രയ്ക്ക് സങ്കടം വരുന്നത്. ഒരാൾക്കാർ നോക്കുമ്പോൾ ഇവരാണോ അല്ലെങ്കിൽ ഇവരങ്ങനെ നമ്മളെ കാണുമോ? ഞങ്ങളുടെ അക്കൗണ്ടിൽ ഒരു ഫോട്ടോ അതിൽ വെച്ചിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുന്നതുകൊണ്ടാണ് ഞങ്ങളുടെതാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത്. സത്യം പറയും, വെറുതെ വിടൂല. ഞങ്ങളതൊന്നും പരിഗണിക്കില്ല. ഇത്രയും ഭയങ്കര ധൈര്യത്തോടൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയത്. എല്ലാവർക്കും ഒരു കുഴപ്പമില്ല, ആരും നമ്മളടുത്ത് ചോദിക്കാൻ വരില്ല എന്നുള്ള ആ ഒരു ധൈര്യം ഉണ്ടല്ലോ. എത്ര പ്രായം കുറവുള്ള മക്കളെന്നറിയോ, എല്ലാ ഏറ്റവും കാര്യങ്ങൾ അറിയാം. നമുക്ക് പോലെ ഇത്രയും സോഷ്യൽ മീഡിയ എല്ലാ കാര്യം ഉപയോഗിച്ചിട്ട് നമുക്ക് പോലെ അവന്മാർക്കറിയാം. ഫോട്ടോയും അതുപോലെ തന്നെ 4 വീഡിയോയുമാണ് ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, ഒരുത്തനെയും അല്ലെങ്കിൽ ഒരുത്തിയെയും ഇത് പ്രചരിപ്പിച്ച് ആരെയും ഞാൻ വിടാൻ വേണ്ടി പോകുന്നില്ല. അവരുടെ ലൈവായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ചിലപ്പോൾ എന്തെങ്കിലും ഞാൻ ചെയ്യുമെന്ന് വരെ അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. അത്രയ്ക്കും വളരെ സങ്കടകരമായ ഒരു നിമിഷത്തിലൂടെയാണ് ഈ ബ്ലോഗറും അദ്ദേഹത്തിൻ്റെ വൈഫും ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇവർക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ആരെ കണ്ടാലും, ആര് വിളിച്ചാലും, ആര് മെസ്സേജ് അയച്ചാലും എല്ലാം ഇതേ ഒരു ചോദ്യമാണ്, എന്ത് വീഡിയോ ആണ് ലീക്കായത്. കാരണം ഈ വീഡിയോയിൽ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം വളരെ സങ്കടപ്പെട്ടിട്ട് അദ്ദേഹം പറയുകയാണ്, ഞങ്ങളല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി ഞങ്ങൾ രണ്ടാളെയും കയ്യിൽ ടാറ്റു ഉണ്ട്, അത് ആ വീഡിയോയിൽ ഇല്ല എന്നിവരെ അദ്ദേഹത്തിന് പറയേണ്ടി വരികയാണ്. അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് അത്രയ്ക്കും മൈൻഡുള്ള അത്രയ്ക്കും ജീനിയസായ ചെക്കന്മാരാണ് ഇതിൻ്റെ പുറകിൽ എന്നുള്ളതാണ്. കാരണം അവരുടെ മുഖവും അതുപോലെ തന്നെ അവരുടെ ശരീരഭാഷയും എല്ലാം മോർഫ് ചെയ്തിട്ടാണ് അവർ അതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത്രയ്ക്കും അടുപ്പം തോന്നിപ്പോവും നമ്മളെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ. പെട്ടെന്ന് കാണുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ ഇത് വയനാടൻ ബ്ലോഗറാണോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള എല്ലാ എഡിറ്റിങ്ങും സംവിധാനങ്ങളും എല്ലാം അതിൽ അവർ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്നത്തെ പുതിയ തലമുറ എന്ന് പറയുന്നത് ബുദ്ധിയുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും പണ്ടത്തെ കുട്ടികളെ പോലെയല്ല, വളരെ ജീനിയസായ മക്കളാണ് ഇന്നത്തെ തലമുറയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പക്ഷേ അതിലേറ്റവും സങ്കടകരമായ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ജീനിയസ് എല്ലാം അവർ ഉപയോഗപ്പെടുത്തുന്നത് ചിലപ്പോൾ നല്ല കാര്യങ്ങൾക്കാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ വളരെ മോശകരമായ സംഭവങ്ങൾക്കുമാകാം എന്നുള്ളതാണ്. ഇപ്പോൾ കൂടുതലും പുതിയ ഈ തലമുറയിലേക്ക് വരുന്ന കുട്ടികൾ എല്ലാം തന്നെ വളരെ തെറ്റായ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അവർ പണം സമ്പാദിക്കാൻ വേണ്ടി ചിലപ്പോൾ ഈ ലഹരി പദാർത്ഥങ്ങൾ വിൽക്കുന്ന ആൾക്കാരുടെ കയ്യിൽ പോയി പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. വളരെ നല്ല കുടുംബത്തിൽ ജനിച്ച് വളരെ നല്ല സാഹചര്യത്തിൽ ജീവിച്ച് മുന്നോട്ട് പോകുന്ന കുട്ടികളായിരിക്കും. പക്ഷേ അവർക്ക് എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞാൽ അവർക്ക് പോക്കറ്റ് മണി എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അത് വീട്ടിൽ നിന്ന് കിട്ടുന്നത് കുറഞ്ഞാലോ അല്ലെങ്കിൽ അച്ഛനും അമ്മയും ചിലപ്പം വിദേശത്തായിരിക്കും, അവരെ ഫണ്ട് വരാൻ കുറച്ച് വൈകിയാലോ അവർ റോളിംഗ് നടത്തിക്കഴിഞ്ഞു. അങ്ങനെ റോളിംഗ് നടത്തിയതിന് ശേഷം ആ പൈസ തിരിച്ച് വെക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ അവർ ഇത്തരം പരിപാടികൾക്ക് പിന്നാലെ പോവുകയാണ്. അങ്ങനെയാണ് ഓൺലൈനിൽ നിന്ന് അവർ പൈസ ഉണ്ടാക്കി പഠിക്കുന്നത്. അപ്പോൾ അവർക്കറിയാം ഈ ഓൺലൈനിൽ ചൂടപ്പം പോലെ വിറ്റ് പോവുകയാണ്. ഇത്തരം ഹോട്ട് ലീക്ക്ഡ് വീഡിയോ എന്നൊക്കെ പറയുന്ന സൈറ്റുകളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. വളരെ നമ്മുടെ മലയാളത്തിലും അതുപോലെ തന്നെ തെലുങ്കിലായാലും ഹിന്ദിയിലായാലും അഭിനയിക്കുന്ന നടിമാരുടെ മുഖങ്ങളെല്ലാം വെച്ചുകൊണ്ട് വളരെ വൾഗറായ ഒരുപാട് വീഡിയോകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിൽ മലയാളി നടിമാരും അതുപോലെ തന്നെ ചിലപ്പോൾ ഇവിടെ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരെല്ലാം മുഖങ്ങളും അതുപോലെ തന്നെ ശരീരഭാഗങ്ങളും എല്ലാം അവർ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ അവർ പൊതുജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. സ്വകാര്യ ഗ്രൂപ്പുകളിലൂടെയാണ് പ്രചരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഏറ്റവും ഞെട്ടിക്കുന്നത് എന്ന് പറഞ്ഞത്, പോയി ചെന്ന് നോക്കുമ്പോൾ ഒരു ചെറിയ ചെക്കൻ മാപ്പ് പറയും, നിങ്ങൾ കേട്ട് കാണും, അറിയാതെ പറ്റിപ്പോയതാണ്, എൻ്റെ അച്ഛൻ എന്നെ ലക്ഷങ്ങൾ കൊടുത്തിട്ടാണ് പഠിപ്പിക്കുന്നത്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ടിട്ടും ഇതിൻ്റെ ഭാഗമായി പോവുകയാണ്. കാരണം അതൊരു ചങ്ങല പോലെയാണ്, അതൊരു ഗ്യാങ്ങാണ്. അതിൻ്റെ ഭാഗമായി കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ അവർ നമ്മളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കും എന്നുള്ളതാണ്. ഇത്തരം വീഡിയോകളെല്ലാം എടുത്തിട്ട് അതിൻ്റെ വയ്യെ പോയി നോക്കും, 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിക്കുന്ന പ്രായപൂർത്തിയാത്ത ചെറിയ പിള്ളേരാണ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മളുടെ കുട്ടികളിൽ സമൂഹത്തിൽ ഒരു വിഭാഗം ആൾക്കാർ ഇത്തരം
വൃത്തികെട്ട രീതിയിലാണ് വളർന്നു വരുന്നത്. ഇവർ സമൂഹത്തിൽ വലുതായി വന്നാൽ നാളെ നമുക്കൊരു നല്ല പൗരന്മാരായി നമ്മുടെ നാടിനോ വീടിനോ പറ്റാത്ത ഒരാളായിട്ട് തന്നെ മാറും. അതിൽ അമ്മു പറയുന്ന ഒരു വാക്ക് പ്രത്യേകത തന്നെയാണ്. ഇത്തരം മക്കൾ വലുതായി വന്നാൽ തീർച്ചയായിട്ടും നാളെ ജയിലിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. വീടിനോ നമ്മുടെ സമൂഹത്തിനോ നമ്മുടെ അച്ഛനോ അമ്മയ്ക്ക് യാതൊരു ഗുണവുമില്ലാത്ത കോലത്തിലേക്ക് ആയിപ്പോകുമെന്ന് ആ സഹോദരി പറയുന്നുണ്ട്. സഹോദരിയുടെ ഒരു വിഷമമാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ ആര് തന്നെ ചെയ്താലും ചെയ്തത് ചെറ്റത്തരമാണ്. ദയവ് ചെയ്തിട്ട് നിങ്ങൾ അവരുടെ പ്രൈവസിയെ മാനിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചെയ്യുന്നത് കൊണ്ട് ഒരു കുടുംബം കുത്തിച്ചോറാവുക എന്ന് പറയുന്നൊരു പരിപാടിയാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. അല്ലാതെ അവർ ഇത്രയും ഒരു സോഷ്യൽ മീഡിയയിലെല്ലാം വർക്ക് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് അവർക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഒരു സമൂഹത്തിൽ സാധാരണക്കിടയിലുള്ള ഒരാളുടെ വീഡിയോ ഒക്കെ ഇങ്ങനെ പ്രചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും തന്നെ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. പിന്നെ മൂന്നാമതൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സൈബർ കുറ്റകൃത്യങ്ങളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മളൊരു കേസ് കൊടുക്കാൻ വേണ്ടി പോയാൽ തന്നെ പെട്ടെന്ന് ഒരു FIR ഇട്ടിട്ട് അതിനൊരു അന്വേഷണം നടത്താനോ അതിന് ഒരു പെട്ടെന്നുള്ള ഒരു ആക്ഷൻ എടുക്കാനോ നമ്മുടെ നിയമ സംവിധാനത്തിന് കഴിയുന്നില്ല എന്നുള്ളത്. ഒരുപാട് കാലതാമസം അതിനു വേണ്ടി ചെയ്യും. അപ്പോൾ നമ്മളത് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല എന്ന് ഇത്തരം ആൾക്കാർക്ക് 100% ഉറപ്പുണ്ട്. ഇതിന് മുന്നേ പോയ എല്ലാ കേസുകളിലും ഒന്നുകിൽ അത് കാലതാമസം കഴിഞ്ഞ് അങ്ങനെ പോവുകയാണ്, അല്ലെങ്കിൽ അതിന് പുതിയ നടപടികളോ കാര്യങ്ങളോ ഒന്നും തന്നെ മുന്നോട്ട് പോകുന്നില്ല. അതുതന്നെയാണ് ഇത്തരം ആൾക്കാർക്ക് ഒരു പുതിയ ഒരു വളം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്തരം കേസുകളും കാര്യങ്ങളുമായി ആരും തന്നെ മുന്നോട്ട് വരാത്തതും മുന്നോട്ട് പോകാത്തതും ഒരുപാട് പ്രശ്നമാണ്. കാരണം നമുക്ക് കയ്യിൽ നിന്ന് ഒരുപാട് പൈസ ചിലവാകും. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ടൈം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതെല്ലാം കൂടെ നമ്മളെ കൊണ്ട് സാധിക്കാതെ വരുന്നത് കൊണ്ട് തന്നെയാണ് ഇത്തരം ക്രിമിനലുകൾ സമൂഹത്തിൽ വിലസി നടക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് പറയാനുള്ളത്, ചെറിയ കുട്ടികളായാലും വലിയ കുട്ടികളായാലും ഇത്തരം വൃത്തികെട്ട രീതിയിൽ പെരുമാറുന്ന ആരായാലും അവർക്കെതിരെ കർശനമായ നടപടികളുമായി മുന്നോട്ട് പോവുക തന്നെ വേണം. നമ്മളെ കുട്ടികളെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഭാവിയിൽ നമുക്ക് അവരെ ഉപകാരപ്പെടും. അല്ലെങ്കിൽ അവർ അമ്മ പറഞ്ഞ മാതിരി തീർച്ചയായും ചിലപ്പം ജയിലിലോ അല്ലെങ്കിൽ കുട്ടികളെ ശിക്ഷിക്കുന്ന മറ്റ് ജയിലിലോ കാര്യങ്ങളൊക്കെ പോയിട്ട് നമ്മളെ മക്കളെ നമ്മൾ കാണേണ്ടതായിട്ട് വരുമെന്ന് മാത്രമേ പറയാൻ. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.